അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ മുംബൈയിലെ പൻവേലിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റിനാണ് പോകുന്നത്. പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് LSP ആയപ്പോഴത്തേ ആദ്യമായിട്ടാണ് ഈ വണ്ടി കയറുന്നത് കേട്ടോ. ഇത് പാട്നയൊക്കെ പോയിട്ട് വരുന്ന ഒരു വണ്ടിയാണ്. ഇതിൽ റൈഡ് ഷെയറിങ് അങ്ങനെയാണ്. ഞാനിപ്പോൾ ഉള്ളത് പണി തീരാ കിടക്കുന്ന പൻവേൽ സ്റ്റേഷൻ്റെ അകത്താണ് കേട്ടോ. പണി തീരാ കിടക്കുന്നതല്ല, ഇവിടെ ശരിക്കും പറഞ്ഞാൽ പണി നടക്കുകയാണ്. ഇവിടെ ഡെവലപ്മെൻറ്റ് വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഫുള്ള് പൊളിച്ചിട്ടേക്കുവാണ്. ഫുള്ള് ഇത് കണ്ട സ്റ്റേഷനാണെന്ന് പോലും പറയത്തില്ല കേട്ടോ. അവിടെ കണ്ട എൻട്രൻസ് ഒക്കെ. ഈ ട്രിപ്പിലെ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വണ്ടി 9:30-ക്കാണ്. അപ്പം ഞാൻ ഇന്ന് ഫുള്ള് പകല് നമ്മുടെ ശ്രീരാജ്പുരയുടെ വീട്ടിലായിരുന്നു. നമ്മുടെ സുഹൃത്താണ്, റെയിൽ ഫാനാണ് പുള്ളി ഇവിടെ താമസിക്കുന്നത്, മലയാളിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് പുള്ളിയുടെ. അപ്പോൾ പുള്ളിയുടെ വീട്ടിലായിരുന്നു ഫ്രഷപ്പൊക്കെ. അപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, നല്ല പുതുപുത്തൻ കോച്ചുകളായിട്ടൊരു വണ്ടി കിടക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ട്രെയിനാണ്. ഇവിടുത്തെ പൻവേലിന് ഗോമതി നഗർ ഉണ്ടല്ലോ, നമ്മൾ ഈ വീഡിയോ ഈ ട്രിപ്പിൽ കണ്ടായിരുന്നു, ലക്നൗ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. അതുകൊണ്ടോ ഫ്രഷ് LSP കോച്ചൊക്കെ സ്പെഷ്യൽ ട്രെയിൻ പോലെ നൈസ് സാധനം കൊണ്ടോ. എല്ലാം 2025 ഉണ്ടാക്കിയ കോച്ചുകളാണ്. ഫ്രഷും സംഭവമൊക്കെ തന്നെ. പക്ഷേ ഇത് തിരക്ക് വരുമ്പോൾ ഇതിനകത്തോടെ ചവിട്ടി കയറാനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ വളച്ചിട്ടേക്കുന്നുണ്ടോ നോക്കി. അതിനൊട്ടും ക്വാളിറ്റി ഇല്ല, അത് വേറെ കാര്യം. അതുകൊണ്ടല്ലേ വളയുന്നത്, വേറെ ഒന്നുമില്ലല്ലോ. എല്ലാ കമ്പിയും വളച്ച് വെച്ചേക്കുണ്ടോ. ഈ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടല്ലോ, ഇത് 5 മണിക്കൂർ റീഷെഡ്യൂൾഡാണ് പോരെ. അപ്പോൾ ഇവിടെ എത്ര മണിക്കൂർ ലേറ്റ് ആയിട്ട് വന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പൻവേൽ വന്നാൽ പിന്നെ ഇഷ്ടംപോലെ ഗുഡ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ ഗുഡ്സ്. വിജയവാഡ ഷെറ്റിൻ്റെ 2 ലോക്കമായിട്ട് ഏതോ ഒരു ഗുഡ്സ് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടോ, മഞ്ഞ കളറിലെ വാഗൻ വെച്ചുള്ള ഒരു ഗുഡ്സ് ട്രെയിനാണ്. ഫുള്ള് കെമിക്കലാട്ടോ, എന്തോ കെമിക്കൽസ് കൊണ്ടുപോവാണ്. നവകർ എന്നൊക്കെ പറഞ്ഞ് പേര് എഴുതിയിട്ടുണ്ട്. എന്ത് വാതിലെന്ന് അറിയത്തില്ല. എന്തുവാ സിമെന്റ് ആണോ ഇനി? സിമെന്റിന്റെ ഒക്കെ ഇത് പുറത്തോട്ടുണ്ടല്ലോ. എന്തോ സാധനമാണ്, എന്തുവാന്ന് പിടികിട്ടുന്നില്ല. നമുക്കിവിടെ ഒരു അടിപൊളി ഒരു കാഴ്ച കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം വരെ അരുണ എക്സ്പ്രസ് പോകാനത്ത് പറഞ്ഞ ലോക്കമാണ് EF12K. അതായത് WAG12ന്റെ ഫേക്ക് ലോക്കമാണ്. 2 ജീനയം വെച്ചുണ്ടാക്കി WAG12ന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ലോക്കമാണ് ഈ EF12K എന്ന് പറയുന്നത്. ഇത് ഫേക്ക്. ഇതിന്റെ ഒറിജിനൽ ഇതാണ്ട് ഇവിടെ കിടക്കുന്നത് നോക്കിക്കേ. അടിപൊളിയല്ലേ? ഇത് ഒറിജിനൽ, ഇത് ഫേക്ക്. ഇത് പുതിയ ലോക്കോ കേട്ടോ. ഈയിടെ അങ്ങനെ മാനുഫാക്ചർ ചെയ്ത് ഇറക്കിയ കേട്ടോ. ഫ്രഷാണ് സാധനം. അടിപൊളിയല്ലേ? ഫേക്ക് വേഴ്സസ് ഒറിജിനൽ. ഇതാണ് ഒറിജിനൽ G12. ഇത് G12 പോലെ ഇരിക്കുന്ന സാധനം. ഗൈസ്, ഇപ്പോൾ ഒരു വണ്ടി വന്നേ. ഇതിനകത്ത് വാഗൺ ട്രാജഡി കേട്ടോ. ഇത് പാട്നയിൽ നിന്ന് വാസ്കോഡഗാമയ്ക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. പാട്നയിൽ വരുന്ന വണ്ടിയാണല്ലോ, പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. നോക്കി എന്തുവാടേ ഇത്. ഷോ, ആ കഥ പോലും തുറക്കാൻ വേണ്ടിയില്ല. നമുക്ക് ഈ പാട്നയിൽ വരുന്ന വണ്ടിയുടെ അവസ്ഥയെല്ലാം ഇത് തന്നെയാണ് കേട്ടോ. നോക്കി കുത്തി നിറച്ച ആളാണ്. എല്ലാം ബീഹാരികളാണ് കേട്ടോ. ഗോവയിൽ ജോലിക്ക് പോകുന്നവരായിരിക്കും. നോക്കി എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാട്ടോ ഇത്. ആ കഥ പോലും തുറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കഷ്ടമാണ്. ഇതിൻ്റെ SLR ഉണ്ടോ? ഇത് മറ്റേ അമൃത ഭാരതിൻ്റെ ഏതോ SLR ഒക്കെ കൊണ്ട് പിടിപ്പിച്ചേക്കുന്നുണ്ടോ നോക്കിയേ. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ SLR ചിലപ്പോൾ ചീത്തയായി കാണും. നമ്മുടെ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് കണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 5-ലാണ് അത് വരുന്നത്. ഏതോ WAP4 ലോക്കാന്ന് തോന്നുന്നു. ദൂരേത് കണ്ട് നോക്കാം ഏതാണെന്നേ. ഈ വണ്ടി നല്ല ലേറ്റ് ആവും മിക്കവാറും. കാരണം ഇതിപ്പം ഇവിടെ എത്തുന്നത് തന്നെ ഒരു 20-25 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഇനി ഒരു 9:45 സമയം. ലോക്കർ ബസ്സൊക്കെ കഴിയുമ്പോഴേക്കും 10:30 ആവും. അപ്പം തന്നെ 1 മണിക്കൂർ ലേറ്റാണ് ഇത്. കാരണം ഇത് എപ്പോഴും ലേറ്റ് ആയിട്ട് വരുന്നൊരു വണ്ടിയാണിത്, അറിയാമല്ലോ. ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ടിക്കറ്റ് ഉള്ള വണ്ടിക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് പോകുന്നത്. അല്ലാതെ ലേറ്റ് ആവുന്നതുകൊണ്ട് കുറ്റം പറയുമല്ലോ കേട്ടോ. ഈ വണ്ടിക്ക് നോർമലി എങ്ങനെയാണെന്ന് വെച്ചാൽ പൂനെന്ന് പൻവേൽ വരെ ഏതെങ്കിലും WAP4 WAP7 ഒക്കെ ആയിരിക്കും. ഇപ്പോൾ വരുന്ന ഒരു WAP4 ആണ്. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നത് ഇവർ കൊടുക്കുന്നത് ഒരു ഗുഡ്സ് ലോക്കമാണ് കേട്ടോ. അതെന്തായാലും ഭയങ്കര മോശം പരിപാടിയാണ്. കാരണം നല്ല സ്പീഡിൽ പോകേണ്ട റൂട്ട് നമ്മൾ സ്ലോയിലായിരിക്കും പോകുന്നത്. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. കണ്ടാ ഉസാവൽ WAP4 ആണ്ടാ. ഇതാണ് ഇവിടം വരെ ഈ വണ്ടി എത്തിക്കുന്നത്. ഇവിടെ നിന്ന് ഏത് ഗുഡ്സ് ലോക്കോ ആയിരിക്കണം നോക്കാം. ഇവിടെ നിന്ന് ഏത് ലോക്കമാണ് കൊടുക്കുന്നതിന്. ഇത് ഇന്ന് രാവിലെ വന്ന ദർഭംഗ പൂനെ എക്സ്പ്രസിൻ്റെ റേക്കാണ്. ഇന്ന് രാത്രി പോകുന്ന പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സെക്കൻഡ് AC-ക്കാണ്. അത് ഏറ്റവും മുന്നിലാണ്. ഇവിടെ നിന്ന് ഈ കാണുന്ന A1 ആണ് നമ്മുടെ കോച്ചായിട്ട്. A1 എനിക്ക് ലോവർ ബർത്ത് അടിത്തറ കിട്ടിയത്, സൈഡ് ലോവർ ഒന്നും അല്ല. 2022 ഉണ്ടാക്കിയ കോച്ചാണ് കേട്ടോ. പൻവേലാണ് കൂടുതൽ ആൾക്കാർ കയറി. എൻ്റെ ഇവിടെ ലോവർ ബർത്താണ്. അപ്പോൾ നല്ല കോച്ചാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലീനാണ്, കൊള്ളാം, അടിപൊളി.
അപ്പോൾ എൻ്റെ ലോവറാണ് ബർത്ത്. എനിക്ക് ഇത്തവണ കിട്ടിയത് ലോവർ ബർത്താണ്, 25 എന്തോ ലോവർ ബർത്ത് കിട്ടിയത് എനിക്ക് അറിയത്തില്ല. ലോവർ ബർത്ത് കിട്ടിയത് എന്തേലും ആട്ടെ. അവിടെ മൊത്തം ആൾക്കാരാണ്, അതുകൊണ്ട് പിന്നെ അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ലോക്കോ ഒരു WEG9 ഗുഡ്സ് ലോക്കോ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഗുഡ്സ് ലോക്കോ ആയിരിക്കും, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റിൻ്റെ ലോക്കോ. ദീൻ ദയാലു ഉപാധ്യായ, അതായത് മുഗൾസരായ് ജംഗ്ഷൻ ഷെഡിൻ്റെ ഒരു WEG9H ലോക്കോ ആണ് കേട്ടോ. 31,754 ഒരു ഗുഡ്സ് ലോക്കോ ആണ്. ഇതിന് മാക്സിമം വേഗത 100 kmph ആണ്. അപ്പോൾ ഈ 100-ൽ ഉരുട്ടി ആയിരിക്കും നമ്മൾ എറണാകുളം വരെ പോകുന്നത് കേട്ടോ. ഇതിനെപ്പോൾ നോക്കിയാൽ ഈ വണ്ടിക്ക് ഗുഡ്സ് ലോക്കോ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുറേ തവണ ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ LHD ആയിട്ട് ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ നമ്പർ 22150. അപ്പോൾ ലോക്കോ ഒക്കെ അവർ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉടനെ എടുക്കുമോ ചോദിച്ചാലും ഉടനെ എടുക്കുമെന്ന് അറിയത്തില്ല, നോക്കാം എന്തായാലും. ശരിക്കും നമ്മുടെ കേരളത്തിലേക്ക് ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് വണ്ടികൾ, സൂപ്പർ ഫാസ്റ്റ് എന്ന പേരിന് അർത്ഥപ്പെടുത്തുന്ന ഒരു വണ്ടിയാണിത്. കാരണം വളരെ സ്റ്റോപ്പുകൾ കുറവാണ്. പക്ഷേ ഇത് ലേറ്റായി കൊങ്കൺ റെയിൽവേ ഒക്കെ കടന്ന് കിട്ടിയാൽ പിന്നെ ലേറ്റ് ആയതാണ്. കാരണം തേച്ചൊട്ടിച്ച് വിടും. ഇതിൻ്റെ പുറകിൽ രാജധാനി ഉണ്ട്, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രയോറിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇത് ലേറ്റ് ആയിട്ട് വന്നാൽ ലേറ്റായി, പിന്നെ ഓൺ ടൈം വന്നാൽ ഓൺ ടൈം പൊക്കോളും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഞാൻ വിചാരിച്ചാലും നേരത്തെ വണ്ടി എടുക്കുവാണ്. ഇപ്പം 10 മണി 6 മിനിറ്റ് ആയി, ഇപ്പം തന്നെ വണ്ടി എടുക്കുവാണ്. ആദ്യമായിട്ടായിരിക്കും പൻവലൊക്കെ എത്തിയിട്ട് ഇത്രയും വേഗം വണ്ടി എടുക്കുന്നത്. ഒരു അരമണിക്കൂർ ലേറ്റേ ഉള്ളൂ. ഈ ലേറ്റ് വെച്ചങ്ങ് പോയാൽ മതി, ലേറ്റ് ആവരുത്. ലേറ്റ് ആയാൽ പണിയാണ്. ഇത് പുറകിൽ രാജധാനി, ഇതിൻ്റെ പുറകിൽ വന്ന് ഉമ്മ വയ്ക്കുന്നതുകൊണ്ടാണ് ഈ വണ്ടി ഇത്രയും വേഗം പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും പോകത്തില്ല. ഇത് രാജധാനി ഇട്ട് വലിപ്പിക്കും എറണാകുളം വരെ, കാരണം രാജധാനിൻ്റെ തൊട്ട് പുറകിലാണ്. അപ്പോൾ രാജധാനി പുറകിൽ വന്ന് ഉമ്മ വയ്ക്കുന്നതുകൊണ്ടാണ് ഇത് വേഗം പോകുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് 12:30 ഉള്ളൂ കേട്ടോ. രാത്രി 12:30 ചിപ്പിളരും, അപ്പോഴാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ഉള്ളത്. അതുവരെ അടിച്ച് മിന്നിച്ച് പോകുമായിരിക്കും. ഞങ്ങൾക്ക് അവിടെ കിട്ടിയ ബെഡ്ഷീറ്റ് എല്ലാം ഭയങ്കര വൃത്തിയായിട്ട സാധനമാണ്. ഇത് കണ്ടോ നോക്കി, ഞങ്ങളവിടെ കുറേ പേർക്കെല്ലാം ഇത് കിട്ടിയതാണ്. ലാസ്റ്റ് എൻ്റെ ഞാൻ എടുത്ത് മാറ്റാൻ വേണ്ടി ഇവിടെ അതൊക്കെ അറ്റൻഡറിനെ കാണുന്നില്ല. ലാസ്റ്റ് ഞാൻ ആ അലമാരിക്കത്തെ തുറന്ന എടുത്ത് ഞാൻ വിരിച്ച്, എന്ത് കഷ്ടം നോക്കി. ഇതൊന്നും കഴുകാതെ പോലും ഇല്ല, ചുമ്മാ മടക്കി കൊണ്ടിരുന്നത് നോക്കി. ഇപ്പോൾ പരിപാടിയാണ് നോക്ക്. ഇപ്പോൾ രാവിലെ 6 മണിയായി. ഇപ്പോൾ സമയം നമ്മുടെ വണ്ടി ഇപ്പോൾ 2 മണിക്കൂർ പ്ലസ് ലേറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് ആവുന്നത്. ഇതങ്ങനെയാണ് ഈ വണ്ടിയുടെ സ്ഥിരം അവസ്ഥ, അങ്ങനെ തന്നെയാണ്. ഇത് ഓൺ ടൈമിന് ഓടാത്തൊരു നല്ലപോലെ ഓടുന്നൊരു സൂപ്പർ ഫാസ്റ്റാണ്. നമ്മുടെ വണ്ടി ഇപ്പം ശരിക്കും ഗോവ എത്തി. ഇപ്പം തിവ്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിവ്യമ്പിലെ ക്രോസിങ്ങിന് പിടിക്കാൻ പോവാണ്, നേത്രാവതി വരാൻ വേണ്ടി കേട്ടോ. എന്തായാലും ലേറ്റ് ഇല്ല, അപ്പം ഇനി പയ്യെ പോയാൽ മതി, ഇതായിരിക്കും തീരുമാനം. നേത്രാവതി നമുക്ക് കാണാൻ പറ്റത്തില്ല ഒക്കെ ഏറ്റവും മുന്നിൽ പോകാം കേട്ടോ. ഇത് കാർ കാരിയറാണ്. ഈ കാറ് കൊണ്ടുവന്നൊരു ബസ് ട്രെയിനാണ്. അപ്പോൾ അതിവിടെ നടക്കൊണ്ടിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നേത്രാവതി ഇതിലേ പോകുന്നത് കാണാൻ പറ്റുമായിരുന്നു. അതുമല്ല നേത്രാവതിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് തിവ്യമ്പിൽ, അപ്പോൾ ഇവിടെ നിർത്തുമല്ലോ. നേത്രാവതിയിലാണ് കയറി വരുന്നത്. പക്ഷേ ഇവിടെ ഈ ഗുഡ്സ് ഇവിടെ കയറി കിടക്കുന്നതൊക്കെ കാണാൻ പറ്റത്തില്ല. ഫുൾ ആയിട്ട് മാക്സിമം സൂം ചെയ്തായികളെ കാണിക്കുന്നത് കേട്ടോ. എത്ര നല്ല അടിപൊളി ലൈറ്റൊക്കെ അടിച്ച് ഫുൾ ബ്രൈറ്റൊക്കെ അടിച്ച് കയറി വരുവാണ്. നേത്രാവതി വന്ന് കയറിയിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു പോകാൻ പറ്റും. പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റിന് ഇതിനു മുമ്പ് വീഡിയോയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് 10-17 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടുള്ളത്. ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെൻട്രൽ റെയിൽവേയുടെ വണ്ടിയാണിത്. പൂനെ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സൂപ്പർ ഫാസ്റ്റ്. 2 ദിവസം ഓടുന്ന വണ്ടിയാണ്, സൺഡേ വെനസ്ഡേ.
പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് കർമാലി സ്റ്റേഷനിൽ പിടിച്ചു. മറ്റേ മടുകാവിന് സാവന്തവാടി വന്നൊരു പാസഞ്ചർ ഉണ്ട് രാവിലെ, അത് വരാൻ വേണ്ടിയാണ്. ഇവിടെ ഇതുപോലെ നടുക്ക് ഉച്ച കിടക്കുന്നതുകൊണ്ട് അപ്പുറത്ത് വണ്ടി വരുന്നത് കാണാൻ പറ്റത്തില്ല. അത് വരുന്നത് മടുകാവ് സാവന്തവാടി പാസഞ്ചറാണ്. ഏതോ ഒരു ഭുസാവലിൻ്റെ WP4 ആണ് ലോക്കോ കേട്ടോ. അപ്പം അത് കയറി വന്നിട്ട് നമ്മൾ പോയിനി. നമ്മുടെ കോച്ച് 2022 ഉണ്ടാക്കിയൊരു കോച്ചാണ്, റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇവർ തന്ന ബെഡ്ഷീറ്റൊക്കെ ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി ഇവർ തന്ന ബെഡ്ഷീറ്റൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഗോവ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഏതോ ഒരു വിമാനം കേട്ടോ. അതെനിക്ക് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിവിടെ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അതെന്തായാലും കൊള്ളാം കേട്ടോ. രാവിലെ 5:40 മടകാവ് എത്തേണ്ട നമ്മുടെ പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഇപ്പം 7:50 കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തുന്നത് കേട്ടോ. 2 മണിക്കൂറേക്കുള്ള ലേറ്റാണ്. 7:52 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തുന്നത് കേട്ടോ. നല്ല ലേറ്റാണ് ഒരേ. പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റിന് ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഉള്ള ക്രൂ മംഗലാപുരം വരെയായിരിക്കും ഓടിക്കുന്നത്. ഇവിടുന്ന് ശരിക്കും ഒരു 5 മണിക്കൂർ 5.5 മണിക്കൂർ മതിയായിരിക്കും. നമ്മളെന്തായാലും ഇപ്പം സമയം എത്ര 7:59, 8 മണി ഒരു 8:10 ആകുമ്പോൾ വിട്ടാൽ 1:30 ആകുമ്പോൾ എത്തുമായിരിക്കും മംഗലാപുരം. കോച്ചൊക്കെ അത്യാവശ്യം കൊള്ളാം എല്ലാത്തിൻ്റെയും കേട്ടോ, അത്ര മോശമൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് പഴയ കോച്ചുകളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പുതിയ കോച്ചുകളുണ്ട്, മിക്സല്ല. മടകാട് നിസാമുദ്ദീൻ പോകുന്ന രാജധാനിയുടെ റേക്കാണ് ഈ കിടക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഇവിടെ നിന്ന് രാവിലെ എടുത്തോണ്ട് പോയി നിസാമുദ്ദീനിലേക്ക്. റൂട്ട് ചേഞ്ച് ചെയ്യുന്ന 8:05 ആയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1 മണി കഴിഞ്ഞ് 1:30 ആവും എന്തായാലും മംഗലാപുരത്ത്. പനവേലിന് എറണാകുളം വരെ ഈ വണ്ടിയുടെ സെക്കൻഡ് AC-ക്ക് 2520 രൂപയാണ് ആവുന്നത്. ഈ സാധനം കണ്ടോ, ഇത് ഇൻസ്പെക്ഷൻ കാറിന് കോച്ചാണ്. അതായത് ഈ വലിയ വലിയ റെയിൽവേ ഓഫീഷ്യൽസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി ഉള്ളൊരു കോച്ചാണ്. നമ്മൾ ഈ ഹൈ സ്പീഡ് ഇൻസ്പെക്ഷൻ കിട്ടില്ലേ, അപ്പോൾ അതിനകത്ത് ബെഡ്റൂമും സംഭവങ്ങളൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. അറിയോ, മണ്ടോവ എക്സ്പ്രസിൻ്റെ റേക്കാണ് എനിക്ക്. നമ്മൾ ഈ കാർവാർ എത്താറാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല കാഴ്ച കാണുന്നത് കേട്ടോ. നോക്കിയേ, ആ കാർവാറിനടുത്തുള്ള ആ മലനിരകളും പിന്നെ അങ്ങ് ദൂരെ കാണുന്ന നമ്മുടെ അറബിക്കടലാണ്. അത് ഇവിടെ നിന്ന് ശരിക്കും കാണാൻ പറ്റും. നമ്മളിപ്പോൾ കാർവാർ എത്താറായിട്ടുണ്ട്. നമുക്ക് ദൂരെ വന്നേക്ക് വെള്ളം നല്ല നീളത്തിൽ കിടക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം നമുക്ക് മാൻഗ്രൂവ്സും കാണാൻ പറ്റും കേട്ടോ. നോക്കിയേ, എല്ലായിടത്തും മാൻഗ്രൂവ്സ് ഉണ്ട് ഇവിടെ. നമ്മളങ്ങനെ കാർവാർ എത്തിയിരിക്കുകയാണ്. ഇനിയുണ്ട് 2 വണ്ടി ക്രോസിങ്ങിന് വേണ്ടി. ഒന്ന് നമ്മുടെ എറണാകുളം അജ്മീർ മരിസാഗറും പിന്നെ അതിൻ്റെ പുറകിന് ദുരന്തമുണ്ട്. ദുരന്തമാണെങ്കിൽ 3 മണിക്കൂർ പ്ലസ് എന്തോ ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്കിനി ക്രോസിങ് കിട്ടും. ഇവിടെ വെച്ചല്ല, അടുത്ത സ്റ്റേഷനിലൂടെ വെച്ചിരിക്കും. കാരണം ഇവിടെ സ്ഥലമില്ല കണ്ടോ. ഇവിടെ 2 ലൈനിലും ഗുഡ്സ് ട്രെയിൻ കിടക്കുക. ഇവിടെ ഒരു ലോക്കോ കിടപ്പുണ്ട്, അപ്പുറത്ത് ആ ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ വെച്ചായിരിക്കും. ഒന്നെങ്കിൽ അതിനെ പിടിക്കല്ല നമ്മളെ പിടിക്കും. മൺസൂണൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഭംഗിയൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങിയാണ്. സാധാരണ ഒരു റൂട്ടിൽ കൂടെ പോകുന്ന പോലെയുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല ഇവിടെ.
പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഇപ്പോഴും 2 മണിക്കൂർ പ്ലസ് ലേറ്റോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പൊന്നാവർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നമ്മുടെ 3 മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്നത് എറണാകുളം മുംബൈ ദുരന്തോ വരുന്നുണ്ട്. അപ്പോൾ അത് കയറി പോകാൻ വേണ്ടിയാണ് ഇവിടെ ഒതുക്കിയത്. സ്പീഡ് ലിമിറ്റ് ഉണ്ടോ 105-105ലാണ് ഇവിടെ വണ്ടികൾ പോകുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു WH9 ഗുഡ്സ് ലോക്കോ ആയതുകൊണ്ട് ഇതിൻ്റെ 100 kmph വരെ മാക്സിമം സ്പീഡ് ഉള്ളൂ. ഇത് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം ഗുഡ്സ് ലോക്കോ അല്ലേ. ഞാനേ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നോക്കിയപ്പോൾ കോഴിക്കോട് സൊമാറ്റോ ഡെലിവറി കാണിക്കുന്നുണ്ട്. അപ്പം പാരഗണിൽ ബിരിയാണി കഴിക്കാമെന്ന് വെച്ച് ഓർഡർ ചെയ്തതാണ്. പക്ഷേ കോഴിക്കോടത്തെ ലേറ്റ് 4 മണി കഴിയും. പിന്നെ ക്യാൻസൽ ചെയ്ത്. ദുരന്തോയ്ക്ക് ഇന്നൊരു എപ്പിസോഡായിരുന്നു കേട്ടോ, അജിനിയുടെ. നല്ല അടിച്ചു വിട്ടാ പോയത്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും നമ്മൾ കറങ്ങി ലാസ്റ്റ് നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. കർണാടകത്തിൽ കയറി ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മൾ കാർവാറായിട്ട് കർണാടകത്തിലാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ കയറുമ്പോൾ ഒരു സുഖമുണ്ട് എൻ്റെ മോനെ. പൂനെ എറണാകുളത്തിൻ്റെ അവിടെ ശിരൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ് കേസ്. ഏതോ ക്രോസിങ്ങിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ മറ്റേ അരുണ എക്സ്പ്രസിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ ഇതേപോലെ കൺട്രോളർമാരെ ആരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു. നെഗറ്റീവായിരുന്നു. എനിക്കറിയാം കമൻറ്റ് വരുമെന്ന്. ഓരോരുത്തർ പറയാം ഞാൻ റീച്ചിന് വേണ്ടിയാണ് എനിക്കിതിനപ്പുറത്തെ വേണേൽ ഇതിന് മുമ്പ് ചെയ്യാമായിരുന്നു. പക്ഷേ റീച്ചിന് വേണ്ടിയുള്ള കാര്യം, ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ ഉള്ളതുപോലെ പറഞ്ഞതാണ്. എനിക്ക് അതിൽ ഒരു ഇതുമില്ല. ലേറ്റ് ആയെന്ന് വെച്ചാൽ ലേറ്റ് ആയല്ലോ എന്ന് പറഞ്ഞിങ്ങനെ മിണ്ടായിരിക്കേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല. നമ്മൾ പൈസ കൊടുത്താണ് പോകുന്നത്. എത്ര 14,000 രൂപ മുടക്കിയാണ് നമ്മൾ ആ യാത്ര ചെയ്തറിയോ. നമ്മൾ മിണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ അനുഭവിച്ച കാര്യം നമ്മൾ പറയും. അതിപ്പോൾ എന്താണെങ്കിലും നമ്മൾ പറയും. കുരു പൊട്ടിയിട്ട് കമൻ്റ് ഇടുന്നവർ ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. ഞാൻ ഈ പറഞ്ഞ വണ്ടി തന്നെ പോകണം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അല്ലെ ഏതെങ്കിലും വണ്ടി പോയാൽ മതി, കാരണം അവിടെ എല്ലാ വണ്ടിയും ഇതേപോലെ ലേറ്റാണ്. ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ കുറ്റം പറയുമല്ലോ എന്ന് എനിക്കൊന്ന് കാണണമെന്ന്. കമൻ്റ് ഇടുന്നവർ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. കാരണം പൊളിറ്റിക്കൽ പരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. എനിക്ക് ആ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഉള്ള കാര്യം, അനുഭവിച്ച കാര്യം അതുപോലെ തന്നെ പറയുന്നത്. ചീത്ത കാര്യം കണ്ടാൽ ചീത്തയാന്ന് പറയും, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. ഇതേപോലെ ഓരോ പൊട്ടത്തരം കാണിക്കുക എന്ന് തന്നെ പറയും. നമ്മൾ റെയിൽവേനെയും ട്രെയിനിനെയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. എന്ന് വെച്ച് നമ്മൾ എല്ലാം കണ്ട് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതിപ്പം എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എനിക്ക് ഇന്ത്യൻ റെയിൽവേ ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഒന്നും തന്നിട്ടൊന്നുമല്ല. നമ്മൾ പൈസ മുടക്കി നേരത്തെ ബുക്ക് ചെയ്ത് ആണ് നമ്മൾ പോകുന്നത്. അല്ലാണ്ട് ഫ്രീ ആയിട്ട് വലിയ കയറി ആരുടെ ഔദാര്യത്തിൽ പോകുന്നൊന്നുമല്ല. അപ്പോൾ അതും കൂടി ഈ കമൻ്റ് ഇടുന്നവരൊന്ന് ഓർക്കണം. നമ്മളിപ്പോൾ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് മംഗലാപുരത്ത് നിന്ന് മഡ്ഗാവ് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് വരാറുണ്ട്. അതാണ് ഈ പിടിച്ചിട്ടേക്കുന്നത് കേട്ടോ. വന്ദേ ഭാരത് അല്ലേ, അപ്പോൾ അത് കയറി പോകും. നമ്മുടെ വണ്ടി ഇപ്പോൾ 2.5 മണിക്കൂർ ലേറ്റാണ്. അത് മംഗലാപുരത്തുമ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കുറയും. എന്നാലും നമ്മളെ 2 മണിക്കൂർ ലേറ്റ് കീപ്പപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതിൽ കുറയാൻ ചാൻസ് ഇല്ല എന്തായാലും. പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയുണ്ട്. കുന്താപുര എടുത്തിട്ടിരിക്കുകയാണ്. ഇതിൽ കാർവാർ വിട്ട് പിന്നെ അടുത്ത സ്റ്റോപ്പ് കുന്താപുര കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഉടുപ്പി മംഗലാപുരം. സ്റ്റോപ്പ് വളരെ കുറവുള്ള വണ്ടിയാണ്. പക്ഷേ ഇത് ഓൺ ടൈമിന് ഓടത്തില്ല, അതാണ് ഒരു മെയിൻ പ്രശ്നം. ഈ കൊങ്കൺ റെയിൽവേയിലെ ഓരോ സ്റ്റേഷനിൽ ഇതേപോലെ ഓരോ ഷെൽട്ടറൊക്കെ പഴിയുന്ന ഓരോ ഈ ലയൺസ് ക്ലബ്ബുകാരും അവരിതൊക്കെ കേട്ടോ. ഇവിടെ നോക്കിയാ കേട്ടാ, ഈ റെയിൽവേ ഇവിടെ ഒരു സംഭവം ചെയ്യാറില്ല. എല്ലാ സ്റ്റേഷനിലും ഇതേപോലെ ലയൺസ് ക്ലബിൻ്റെ ഒക്കെയാണ് കൂടുതലും സ്പോൺസർ. ഫാൻ വരെ കേട്ടോ.
പോലെ. ഇവരുടെ കയ്യിൽ ഫണ്ടില്ലെന്നോ കാശില്ലെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ കൃത്യം ഡീറ്റെയിൽസ് ഒന്നും അറിയത്തൊന്നുമില്ല. ഇത് ഇന്ത്യൻ റെയിൽവേയിൽ ലയിപ്പിക്കണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ലയിപ്പിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാട്ടെ, നന്നായി കിട്ടിയാൽ മതി. സ്റ്റേഷനൊക്കെ കണ്ടില്ലേ, ഒരു വികസനമില്ല, ഒന്നുമില്ല. കണ്ടോ, ഇപ്പുറത്തെ നമ്മളുള്ള പ്ലാറ്റ്ഫോം പിന്നെയും കുഴപ്പമില്ല. അപ്പുറത്ത് കണ്ടോ, ഒന്നുമില്ല, ഒരു ഷെൽട്ടർ ഒന്നുമില്ല പോലെ. ഇവിടെ ക്രോസിംഗ് ഉണ്ട്, മറ്റേ SMBT ബാംഗ്ലൂർ മുരുടേശ്വർ എക്സ്പ്രസ് വരാറുണ്ട്. അപ്പോൾ അത് വന്നിട്ടായിരിക്കും നമ്മളെ വിടത്തുള്ളൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ കോച്ചുകളിലെ ഈ റെഡ് കളർ ഉണ്ടല്ലോ, ഇത് ശരിക്കും പെയിന്റ് അല്ല, ഇത് സ്റ്റിക്കറാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാ വേഗം മനസ്സിലാകണ്ട, സ്റ്റിക്കറാണ്. കണ്ട ഇവിടെ ഉണ്ട് ഇതേപോലെ സ്റ്റിക്കർ, സ്റ്റിക്കറാണിത്. ഇത് RCF റെയിൽ കോച്ച് ഫാക്ടറിയുടെ ആണ് കോച്ച്. മോഡേൺ കോച്ച് ഫാക്ടറിയുടെ കോച്ച് ഇതേപോലെ സ്റ്റിക്കറാണ്. പക്ഷേ ICFൻ്റെ സ്റ്റിക്കറല്ല. ICF ഉണ്ടാക്കുന്നതൊക്കെ പെയിന്റ് അടിച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് RCFും MCFും ഒക്കെ ഉണ്ടാക്കുന്ന കോച്ചുകളൊക്കെ ഇതേപോലെ സ്റ്റിക്കറാണ്. അതുകൊണ്ടാണ് ഇത് അങ്ങനെ ഫെയ്ഡായി പോവാത്തത്. നല്ല റെഡ് കളറിൽ ഇപ്പോഴും ഇരിക്കാൻ കാരണം അതാണ്. പക്ഷേ ICF ഉണ്ടാക്കുന്നതൊക്കെ ഫെയ്ഡായി പോവും, പെയിൻറ്റ് ഫെയ്ഡാവുമല്ലോ. അപ്പോൾ ICFിൻ്റെ അതാണൊരു പ്രശ്നം. ICF ഉണ്ടാക്കുന്ന കോച്ചുകളിലെ റെഡ് കളർ ഫെയ്ഡാവാൻ കാര്യം പെയിൻ്റാണ്. പക്ഷേ ഇത് സ്റ്റിക്കറല്ലേ. ഇത് നോക്കിയാൽ മതി, നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്ന കണ്ടില്ലേ, 3 കൊല്ലമായി, ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. SMBT ബാംഗ്ലൂർ മുരുടേശ്വർ എക്സ്പ്രസ് ആണ് വരുന്നത്. ഈ വണ്ടി മംഗലാരം വരെ ഡീസലും, അവിടെ നിന്ന് പിന്നെ ഇതേപോലെ ഇലക്ട്രിക് ആയിരിക്കും കയറ്റി വിടുന്നത് കേട്ടോ. വല്ല P4 P7 ഒക്കെ ആയിരിക്കും കയറ്റി വിടുന്നത്. കണ്ട് ഈ കോച്ചൊക്കെ ഉണ്ട്, ഇതൊക്കെ ICF ഉണ്ടാക്കിയ കോച്ചാണ്. അത് കണ്ടറിയാം, കാരണം അത് പെയിൻ്റ് ആണ്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് പെയിൻ്റ് ആണ്. കണ്ടോ, ഇത് ഈ ICFിൻ്റെ കോച്ചൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് വെച്ചാൽ ICFിൻ്റെ കോച്ച് ഈ നടുക്കത്ത്, ഈ 2 കോച്ച് നടുക്കായിട്ട് ഇങ്ങനെ ഒരു യെല്ലോ ലൈൻ കാണത്തില്ല. പക്ഷേ RCFിനും MCFിനും ഒക്കെ ആ ഒരു യെല്ലോ ലൈൻ ഉണ്ടാകും. കണ്ടോ, എനിക്ക് യെല്ലോ ലൈൻ പക്ഷേ ICFിന് ആ ഒരു യെല്ലോ ലൈൻ കാണത്തില്ല. അങ്ങനെയാണ് ഇത് ICF ഉണ്ടാക്കിയാണോ മനസ്സിലാകുന്നത്. അല്ല പിന്നെ മാനുഫാക്ചറിങ് നോക്കണം അകത്ത് കയറിയിട്ട്. ഈ ജനറലൊക്കെ എല്ലാം ICFിൽ ഉണ്ടാക്കിയ കേട്ടോ, നോക്ക്, എല്ലാം ICF ആണ്. എനിക്കിവിടെ ഒരു സൈഡ് ലോറ് കിട്ടി. ഇവിടെ ഉള്ളവർ ഉടുപ്പിയിൽ ഇറങ്ങും. അപ്പോൾ ഉടുപ്പി എത്താറേ, അപ്പം ഇവിടെ നാലും കയറുവാണെങ്കിൽ മാറിക്കൊടുക്കേണ്ടി വരും. കയറിയില്ലെങ്കിൽ ലോട്ടറി, കയറുവാണെങ്കിൽ മാറിക്കൊടുക്കണം. സൈഡ് ലോറാണ് ശരിക്കും അടിപൊളി. അപ്പർ ലോറ് കിട്ടിയാൽ ഇപ്പം എൻ്റെ അടുത്തൊരു പ്രായമുള്ളൊരു ചേച്ചിയുണ്ട്, പിന്നെ അവരുടെ മോനുണ്ട്, ഫാമിലിയാണ്. അപ്പോൾ നമുക്കൊരു ചമ്മല, വേറെ ഒന്നുമില്ല. വണ്ടി ഓൺ ടൈം ആണെന്ന്. ഉച്ചയ്ക്ക് കോഴിക്കോട് നിന്ന് പാരഗണിയിൽ നിന്ന് ബിരിയാണി കഴിക്കായിരുന്നു. പക്ഷേ രണ്ടൊക്കെ ആയിപ്പോയി. നമുക്കിപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഡൊന്ന ബിരിയാണി കഴിക്കാം, വേറെ രക്ഷയില്ല. ഡൊന്ന ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഇവിടെ ആരെങ്കിലും കയറി സൈഡിൽ ഓർഡർ നോക്കി, ഉറപ്പല്ലേ. ഉടുപ്പി എത്തി. ഉടുപ്പിയിൽ പ്ലാറ്റ്ഫോം 2-ലാണ് നമ്മുടെ വണ്ടിയെ കയറ്റി കേട്ടോ. നമ്മളിപ്പോൾ സുറക്കലെത്തി. അപ്പോൾ സുറക്കലെത്തിയപ്പോഴേക്കും എന്താണ്ട് ഇവിടെ റോറോ നടക്കുന്ന കേട്ടോ. നോക്കി എന്തോരം ലോറി കിടക്കുന്നതെന്ന് നോക്കി. ഇപ്പം ഇവിടെ നിന്ന് വിടാൻ പോകുന്നതാന്ന് തോന്നുന്നു കേട്ടോ. വിടാൻ പോകുന്നതാണോ വന്നതാണോ അറിയത്തില്ല, എന്തുവാന്ന്. അല്ല കേട്ടോ, ഇത് വന്നതാണേ. ഇത് ഇവിടെ വന്നതാ, അതാണ് ഇങ്ങനെ കിടക്കുന്നത്, അതാണ്, വേറൊന്നുമല്ല. അപ്പം ഇത് രാവിലെയോ ഇപ്പോഴെങ്ങനെ വന്ന സാധനം കേട്ടോ. നോക്കിയ റോറോ, നമ്മുടെ കൊങ്കൺ റെയിൽവേയിൽ മാത്രം കാണുന്നൊരു കാഴ്ചയാണ് ഈ റോറോ. അതായത് ഈ റോഡിൽ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ കൊങ്കൺ റെയിൽവേനെ ചെയ്ത പരിപാടിയാണ്. ട്രെയിനിൽ ലോറികളെ കൊണ്ടുപോകുന്ന പരിപാടി വേണ്ട. റോൾ ഓൺ റോൾ ഓഫ് എന്നാണ് ഈ ഒരു സാധനത്തിന് ഫുൾ ഫോം. ഇത് ശരിക്കും സുറക്കലിന് അങ്ങനെ രോഗം വരെയാണെന്ന് തോന്നുന്നു ഈ ഒരു റോറോ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇപ്പോൾ സുറക്കലിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇന്നലെ വെള്ളം വിട്ട് ഇവിടെ വല്ലതും വന്നിപ്പോൾ ഇറക്കാൻ പോവുമായിരിക്കും. ഇറക്കാൻ തുടങ്ങിയിട്ടില്ല, മുന്നീന്നായിരിക്കും ഇറക്കി തുടങ്ങുന്നത് കേട്ടോ. കുറേ വ്ളോഗൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലോറി ഡ്രൈവറുടെ കൂടെയൊക്കെ പോയി ഈ റോറോയിൽ വീഡിയോ ചെയ്തിട്ടുള്ള. എനിക്കും ചെയ്യണമെന്നുണ്ട്, നോക്കട്ടെ പറ്റുവാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് കൊച്ചുകളിൽ നിന്ന് മുംബൈ LTTക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് കിടക്കുന്നത്. ആരുമില്ല ഈ വണ്ടിക്കകത്ത്, കാലിയാട്ടോ, ഒറ്റ മനുഷ്യനില്ലത്. നമുക്ക് കാലി അടിച്ച് പോകാൻ തോന്നിയത്. അപ്പം അതിവിടെ തൊക്കൂര് പിടിച്ചിട്ടേക്കുമായിരുന്നു. നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോവാം. ട്രെയിൻ ബോർഡൊക്കെ ഇപ്പം നൈസ് സാധനം. എനിക്ക് ഇത് കണ്ടോ, നമ്മൾ ഇത്ര നടത്തി ഈ ഒരു യാത്ര ശരിക്കും ഭയങ്കര വലുതാണ്. ഞാനിപ്പം
കണക്ക് കൂട്ടി നോക്കിയാൽ നമ്മൾ എത്ര കിലോമീറ്റർ മൊത്തം സഞ്ചരിച്ചതെന്ന്. നമ്മൾ എറണാകുളം എത്തുമ്പോഴേക്ക് നമ്മൾ ഈ ട്രിപ്പ് മൊത്തം സഞ്ചരിച്ചത് 10,266 കിലോമീറ്റർ. ഒന്നാഴ്ചയ്ക്ക് 10,266 കിലോമീറ്റർ ആണ് നമ്മൾ ഈ ഒരു യാത്ര സഞ്ചരിച്ചത്. അരുണേക്ക് സിൽച്ചർ പോയിട്ട് അവിടെ നിന്ന് ദിബ്രുഗഡ്, അവിടെ നിന്ന് ലാൽഗഡ്, അവിടെ നിന്ന് മുംബൈ, അവിടെ നിന്ന് എറണാകുളം, മൊത്തത്തിൽ 10,266 കിലോമീറ്റർ വരെ. നമ്മളങ്ങനെ ഫൈനലി പാലക്കാട് ഡിവിഷനിൽ തൊട്ട് കയറിയിരിക്കുകയാണ്. പാലക്കാട് ഡിവിഷനാണ് ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളത്. അപ്പോൾ ഇനി പാലക്കാട് ഡിവിഷൻ അങ്ങ് ഭാരതപ്പുഴ വരെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരുവനന്തപുരം ഡിവിഷനിലേക്ക് കയറും. നമ്മളങ്ങനെ 2 മണിക്കൂർ 18 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇവിടെ മംഗലാപുരം ജംഗ്ഷനിൽ എത്തുന്നത്. ആ ഡിലേ തന്നെയാണ് ഇപ്പോഴും, കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. ഗൈസ്, നമ്മുടെ ഡൊണ്ണ ബിരിയാണി കിട്ടി കേട്ടോ, സൊമാറ്റോ ഫുഡ് ഓൺ ട്രീറ്റ്. ഇനി നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് കാസർഗോഡ് എത്തുമ്പോഴേക്കും മറ്റേ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിൻ്റെ സമയമാവും. അങ്ങനെ അത് മുന്നിൽ കയറും. ആഹാ, അടിപൊളിയായിരിക്കുമില്ലേ. ഇതിൻ്റെ ജനറൽ ഞാൻ ശ്രദ്ധിച്ചത് രത്നഗിരിയൊക്കെ വരെ നല്ല തിരക്കായിരിക്കും, പിന്നെ അവിടെ നിന്ന് കാലിയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒറ്റ മനസ്സില്ല, മടുകാരനൊന്നും ആരും കയറിയില്ല കേട്ടോ, കാലിയാണ്. ഇനിയിപ്പം നമ്മുടെ കേരളത്തിൽ കയറുമ്പോൾ എന്തായാലും ഫുള്ളാവും. ഇതാണ് ഡൊണ്ണ ബിരിയാണി കേട്ടോ. ഇവിടെ കർണാടകത്തിൽ മാത്രം കിട്ടുന്ന ഒരു വെറൈറ്റി ടൈപ്പ് ബിരിയാണിയാണ്. പച്ച കളറിലെ റൈസാണ് ഈ ബിരിയാണിക്കുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ സാലഡും പിന്നെ എന്തോ ഒരു ഗ്രേവിയുണ്ട്. ഇങ്ങനെ മംഗലാപുരത്ത് നിന്ന് ക്രൂ ചേഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇപ്പോൾ എടുത്ത് നമ്മളിപ്പോൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ 2:29 ആയപ്പോഴേക്കും കാസർഗോഡ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 2:30 വന്ദേ ഭാരത് വിടും. വന്ദേ ഭാരത് വിട്ട് കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും കയറ്റത്തുള്ള സ്റ്റേഷനിലേക്ക്. കാരണം ഇവിടെ ഒതുക്കാൻ പോവാണ് ഹോം സിഗ്നലവിടെ. അപ്പോൾ അത് വിട്ട് കഴിഞ്ഞിട്ടായിരിക്കും കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ പുറകെയായിരിക്കും നമ്മൾ എറണാകുളം വരെ പോകുന്നത്. ഇതിനാകെ ഇനി കാസർഗോഡ് വിട്ടാൽ കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, തിരൂർ ഇത്രേ ഉള്ളൂ സ്റ്റോപ്പ്. പിന്നെ ഷൊർണൂർ, തൃശ്ശൂർ, ആലുവ പോലും സ്റ്റോപ്പില്ല. എറണാകുളം, നേരെ എറണാകുളം. 28-ാം തീയതി കേരളത്തിൽ നിന്ന് വിട്ടാണ് ഞാൻ. എന്നിട്ടിപ്പം കേരളത്തിൽ കയറുന്നത് ഇന്നെത്ര 10-ാം തീയതിയാണ് കേരളത്തിൽ കയറുന്നത്. അറിയോ, കേരളത്തിൽ കയറിയപ്പോൾ ഒരു ആശ്വാസം, ശുദ്ധവായു. വന്ദേ ഭാരത് ഇറങ്ങിപ്പോയിട്ടൊരു 5 മിനിറ്റിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെ കാസർഗോഡ് കയറ്റുന്നത്. ഇപ്പോൾ സമയം 2:36 2:30 കാസർഗോഡ് നിന്ന് വിട്ടത് കേട്ടോ. ഇതെന്താ പേരൊന്നും ഇല്ലാത്തേ. ഇവിടെ വന്ദേ ഭാരത് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 3 അവിടെയാണ് വന്ദേ ഭാരത് വരുന്നത് എപ്പോഴും. സമയം വൈകിട്ട് 3:50. നമ്മുടെ മുന്നിലൊരു കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ കയറിയിട്ടുണ്ട്. അതിൻ്റെ മിക്കവരാണെങ്കിലും ചോട്ടയൊക്കെ അടിക്കുന്നതൊക്കെയാണേ.
നമ്മളിപ്പോ തിക്കോടി സ്റ്റേഷനിൽ വെച്ചിട്ട് കണ്ണൂർ ഷൊർണൂർ പാസഞ്ചറിന് ഓവർടേക്ക് അടിച്ചു. അതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അതിന്റെ ലോക്കോ ഉണ്ട്, ഒരു WH9 കുഡ്സ് ലോക്കോയും ഒരു ആൽക്കോ ആയിരുന്നു. ആൽക്കോ എങ്ങാണ്ട് ഷൊർണൂർക്ക് എങ്ങാണ്ട് പോവാ. നമ്മളങ്ങനെ കോഴിക്കോട് കയറുവാണ്. 2 മണിക്കൂർ 50 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇതേട്ട ഇറങ്ങി വരുന്നത് മംഗള എക്സ്പ്രസ് ആട്ടോ. വിശാഖപട്ടണത്തിന്റെ ഒരു WP7 പോരെ. നമ്മുടെ തൊട്ടുപുറകിൽ വെച്ചാൽ ഒരു 4-5 സ്റ്റേഷൻ പുറകിൽ രാജധാനി ഉണ്ട്. അത് മിക്കവാറും ഷൊർണൂർ ആകുമ്പോഴേക്കും ഓടി ഒപ്പം എത്തുമെന്ന് തോന്നുന്നു മിക്കവാറും കേട്ടോ. കയറി പോകായിരുന്നാ മതി. രാജധാനിയൊക്കെ പറത്തിയടിച്ചാ വരുന്നത്. ആ കിടക്കുന്ന P4 വെച്ചുള്ള വണ്ടി പാലക്കാട് കണ്ണൂർ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്, ഒരു ഫുള്ള് പാസഞ്ചർ പോലത്തെ. അതാണ് കിടക്കുന്നത്. അപ്പം അതിനെ മംഗള നൈസായിട്ട് ഓവർടേക്ക് അടിച്ചിട്ടുണ്ട്. നമ്മൾ 5:28 കോഴിക്കോട് എത്തിയിട്ട് 5:32 വിട്ടു. കാരണം തൊട്ട് പുറകിൽ രാജധാനി ഉണ്ട്. അപ്പം ഇതിങ്ങനെ ഇവിടെ പിടിച്ചിടാൻ പറ്റൂല. അതുകൊണ്ട് വേഗം എടുത്തോട്ട് പോയിരി, കുഴപ്പമില്ല. അതുകൊണ്ട് ഷെഡ്യൂൾ പ്രകാരം ഈ വണ്ടിയാണ് ആദ്യം എറണാകുളം എത്തേണ്ടത്. ഇത് ലേറ്റ് ആയതുകൊണ്ടല്ല, അതും ലേറ്റ്, രാജധാനി ലേറ്റ്. അതുകൊണ്ട് സീനില്ല. അതും നമ്മളെ പോലെ തന്നെ സെയിം 2 മണിക്കൂർ 50 മിനിറ്റ് ലേറ്റാണ്. ഫൈനലി നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരു സെയിം ഡിലേ തന്നെയാണ്. ഇപ്പം സമയം 6:45 കേട്ടോ. ഭാഗ്യത്തിന് നമ്മുടെ മുന്നിൽ വേറെ വണ്ടിയൊന്നുമില്ല കേട്ടോ. പുറകിൽ രാജധാനി വന്ന് ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നുണ്ടല്ലാണ്ട് വേറെ വണ്ടിയൊന്നുമില്ല. രാജധാനി കയറത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമായിരിക്കും. അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. വണ്ടി തിരക്കൊന്നുമില്ലാത്ത ഷൊർണൂർ ജംഗ്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒട്ടും തിരക്കില്ല, കാരണം തിരക്കുള്ള സമയം കഴിഞ്ഞല്ലോ. ഇനിയിപ്പം മറ്റേ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ഇങ്ങോട്ട് വരാനുള്ളൂ. വേറെ വണ്ടിയൊന്നുമില്ല, കാലിയായി കിടക്കുക സ്റ്റേഷൻ മൊത്തം. ഇവിടെ വെച്ച് നമ്മുടെ വണ്ടി ക്രൂ ചേഞ്ച് ഉണ്ട്. കാരണം ഈ മംഗലാപുരത്ത് നിന്ന് കയറി ക്രൂ മിക്കവാറും ഷൊർണൂർ വരെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ ക്രൂ ആയിരിക്കും എറണാകുളം വരെ. ഇങ്ങനെയാണ് നോർമലി നടക്കുന്നത്. തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചറാണ് ഈ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇറങ്ങി വന്നിട്ട് മിക്കവാറും നമ്മളിപ്പം പോവായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ഇത്രയും കാലിയായിട്ട് ഷൊർണൂർ സ്റ്റേഷൻ കാണുന്നത് കേട്ടോ. ഒറ്റ മനുഷ്യമില്ല. അതൊക്കെ ഈ ഒരു സമയത്തിൻ്റെ കേട്ടോ. രാജധാനി തിരൂരാവാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷൊർണൂരായി ഇതൊക്കെ രാജധാനി വിട്ടടിച്ചിങ്ങ് വരുവാണ്. അപ്പോൾ അങ്ങനെ ഷൊർണൂരിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത്രയും വേഗം പുറപ്പെടുന്നത്. 10 മിനിറ്റ് കാട്ടിയിട്ടുള്ള കേട്ടോ. വേഗം തന്നെ എടുത്തു, കാരണം മുന്നിൽ വേറെ വണ്ടിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഫ്രീ ആയിട്ട് ഇനി പോകാമല്ലോ. അപ്പോൾ സീനില്ല, ഇനി അങ്ങ് വിട്ടടിച്ച് പൊക്കോളും. കാരണം ഫുള്ള് കാലിയാണ്, ട്രാഫിക് ഒന്നും ഇല്ല. മണിക്കൂർ 50 മിനിറ്റ് ലേറ്റ് ആയിട്ട് അങ്ങനെ തൃശ്ശൂർ എത്തി. ഇവിടെ കിടക്കുന്നത് ഐലൻഡ് എക്സ്പ്രസ് ആണ്. പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് വണ്ടി. ഇനിയിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനാണ് എറണാകുളം. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ ശരിക്കും പറഞ്ഞാൽ എൻഡ് ചെയ്യാൻ പോകണം. നമ്മൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞു. ഒരുപാട് എക്സ്പീരിയൻസ് എന്നൊരു യാത്രയായിരുന്നു. എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റൊക്കെ പോയപ്പോൾ. നോർത്ത് ഈസ്റ്റ് നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നുണ്ട് നല്ല സ്ഥലമാണ്. അവിടുത്തെ റെയിൽവേയുടെ കൺട്രോളിങ് എങ്ങനെയാണെന്ന് മനസ്സിലായി, വണ്ടികൾ എങ്ങനെയാണെന്ന് മനസ്സിലായി, വണ്ടികളുടെ റിയാലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലായി. നിങ്ങൾ വീഡിയോ കൂടെ ഒക്കെ കണ്ടായിരിക്കുമല്ലോ. 10,000 ചില്ലാനും കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് ഓർക്കുമ്പോൾ ഭയങ്കരം തോന്നുന്നു. അയ്യോ, നമ്മളിപ്പോൾ എത്തും. നമ്മളിപ്പം പുതുക്കാടൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഒരു 30-40 മിനിറ്റ് എടുക്കും. 40 മിനിറ്റോളം എടുക്കും. ഇനി 10 മിനിറ്റ്. നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടു കാണും, നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന് ഇവിടെ ഒരു ഹോൾട്ട് സ്റ്റേഷൻ വരാൻ പോകാന്നൊക്കെ പറഞ്ഞ്. എവിടെ പണിയൊന്നും അറിയത്തില്ല. വന്നാൽ എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. എയർപോർട്ടിലൊക്കെ പോകാൻ ഭയങ്കര എളുപ്പമാവും. അങ്ങനെ ഒരു സ്റ്റേഷൻ വന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു വന്ദേ ഭാരതിന് സ്റ്റോപ്പ് കൊടുക്കണം കേട്ടോ. കാരണം അത് അത്യാവശ്യമാണ്.
കാരണം എയർപോർട്ടിൽ പോകേണ്ട ആൾക്കാർക്കൊക്കെ വന്ദേ ഭാരതിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ ഇറങ്ങാമല്ലോ. ഞാൻ ഇതിൽ പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ ഇവിടെ പിടിച്ചിടുന്നതാണെന്ന് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ ഒരു സിഗ്നൽ അവിടെ കൊണ്ട് പിടിച്ചിട്ടേക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചിടുന്നതാണെന്ന് കേട്ടോ. അങ്ങനെ പിടിച്ചിടാറൊന്നുമില്ല, എന്തോ അത് ആ സ്റ്റേഷൻ്റെ ഹോം സിഗ്നലോ ഒന്നുമല്ല, അവിടെ റെഡ് കിടക്കുന്നതുകൊണ്ട് ചവിട്ടി. നമ്മളിപ്പോൾ ചൊവ്വര സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വണ്ടി കിടക്കുന്നത് അത് ഇവിടെ സ്റ്റോപ്പുള്ളതാണ്. നമ്മുടെ ഗുരുവായൂർ പാസഞ്ചറാണ്, എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ. നമ്മളങ്ങനെ ആലുവ എടുത്തോണ്ടിരിക്കുകയാണ്. ഈ പോകുന്നത് തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസ് ആണ് കേട്ടോ. ആലുവ പയ്യാണ് സ്കിപ്പ് അടിക്കുന്നത്. നോക്കിയേ, ഇവിടെ ഏതോ വണ്ടിയുടെ ഒക്കെ റേക്കൊക്കെ കൊണ്ടിട്ടേക്കുന്നുണ്ടോ, ജീനയും വെച്ചിട്ട് ഏതാണോ എന്തോ. ഓ, ഇത് ടൂറിസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ ആട്ടോ. ഇത് നോക്കി FTR സ്പെഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ടോ കേട്ടോ. ഇതെന്തോ ടൂറിസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ അതെന്തോ ആണ്. ഒരു ട്രെയിൻ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എത്താറാകുമ്പോൾ അതിന് മുമ്പത്തെ സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചെടുത്ത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിരം നടക്കുന്നൊരു പരിപാടിയാണ്. ഒന്ന് പിടിച്ചിട്ട് ഒന്ന് എടുക്കുന്നതാണ് എടുത്തുകൊണ്ടോ ഇപ്പോഴുള്ള പരിപാടിയാണ്. എല്ലാ പരിപാടിയും ഷോപ്പ് എടുത്തൂടെ. എറണാകുളം ടൗൺ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ നിർത്തിയാറിന് വലിയ ഉപകാരമാണ്, പക്ഷെ നിർത്തിയില്ല. അപ്പോൾ ജംഗ്ഷനിൽ ഇപ്പോൾ ഇറങ്ങേണ്ടി വരും കേട്ടോ. നേരെ അങ്ങ് വിട്ട് പോവാം. അങ്ങനെ 2.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ എറണാകുളം ജംഗ്ഷനിൽ കയറുകയാണ്. ഇപ്പോൾ 9:20 സമയം. 6:50 വന്ന് കയറേണ്ട വണ്ടിയാണ്. ഇനി ഈ വണ്ടി തിരിച്ച് പൂനെക്ക് പോകുന്നത് വെളുപ്പിന് 5:15 കേട്ടോ. ഇപ്പോൾ സമയം 9:20. 10:30 ഇവിടെ കിടക്കും. ഇനി വെളുപ്പിന് 5:15 തിരിച്ച് പൂനെക്ക് പോകത്തുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ത്യക്ക് ഒരു വലം വെച്ച് ലാസ്റ്റ് തിരിച്ച് നമ്മുടെ ബേസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഏകദേശം 10,000-ൽ മുകളിൽ കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ കണ്ട് എറണാകുളം ജംഗ്ഷനിൽ വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് എറണാകുളം ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി വീട്ടിൽ എത്തിയിരിക്കുകയാണ്. വലിയൊരു യാത്ര. 28-ാം തീയതി ഇറങ്ങി ഞാൻ ഇവിടെ എത്തുന്ന 10-ാം തീയതിയാണ്. അടിപൊളി യാത്രയായിരുന്നു. എനിക്ക് ഈ ഒരു സീരീസ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായമാണ്. ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പനവേലിൽ നിന്നും എറണാകുളം വരെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ ട്രെയിൻ യാത്ര വീഡിയോ ആയിട്ട് കാണാം. ബൈ.